കോട്ടയം കിഴതടിയൂരിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്നും 7 വയസ്സുകാരിക്കും ബന്ധുവിനും ഷോക്കേറ്റു. കുരുനാട് സ്വദേശിനി ആരാധനയ്ക്കും ഒപ്പം ഉണ്ടായിരുന്ന ബന്ധുവിനുമാണ് ഷോക്കേറ്റത്. ബസ് കയറാൻ എത്തിയപ്പോഴാണ് ഈ സംഭവം. ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലൈൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നപ്പോഴത്തേക്കും ബസ് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ കൊച്ചിന്റെ കൈ ഇങ്ങനെ ആകർഷണം പോലെ വലിച്ചെന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പോയി ഇങ്ങനെ നിന്ന്, എന്നിട്ട് ഷോക്ക്, എന്നിട്ട് കരഞ്ഞ് ഞാൻ അവളെ പിടിച്ചപ്പോൾ എനിക്കും ഷോക്ക്. രക്ഷപ്പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചിട്ടൊന്നും പോകുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് അവളെ ഞാനിങ്ങനെ അടിച്ച് എന്നിട്ടും പോരുന്നില്ലായിരുന്നു. പിന്നെ എങ്ങനെയോ തന്നെ അവളുടെ കയ്യും തന്നെ ഇങ്ങനെ പോന്നു. അതായിരുന്നു. അല്ല, ഒരു സേഫ് ഒന്നും അങ്ങനെ വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ അപായോ അങ്ങനെ ഒന്നും വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു സെക്യൂരിറ്റി ഇല്ലായിരുന്നു. കൊച്ചിപ്പോൾ ICUവിലാണ്. ഡിസ്ചാർജ് ആയില്ല. ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, വിശദാംശങ്ങൾ. SKN ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ബസ് കാത്തു നിന്ന ഒരു കൊച്ചനാണ്, 7 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഇങ്ങനെ പോസ്റ്റിൽ നിന്നും ഈ ഷോക്ക് ഏറ്റത്. ഈ നമ്മൾ KCBയുമായിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അവർ പറയുന്നത് ഈ എർത്ത് കമ്പിയിലൂടെ വന്ന ആ ഒരു വൈദ്യുത പ്രവാഹം അത് ഈ കുട്ടിക്ക് ഏൽക്കുകയായിരുന്നു എന്നാണ് അവരും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് KCB ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ ഒരു ആശുപത്രിയിൽ പോയി മടങ്ങുന്ന ഈ കുട്ടിയും കുട്ടിയുടെ ബന്ധുവുമാണ്. അവർ രണ്ടും ഈ പോസ്റ്റിന്റെ സമീപത്തെത്തുന്നു. അവിടെ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടിയുടെ കൈയിലേക്ക് ഈ ഷോക്ക് വൈദ്യുതാഘാതം ഏക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ICHലേക്ക്, കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. ഒരു ദിവസം വെന്റിലേറ്ററിൽ ICUവിൽ ഒബ്സർവേഷനിലായിരുന്നു. എന്തായാലും ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതമായി ഈ വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം നടക്കുന്നുണ്ട് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എന്താണ് സംഭവിച്ചത് എന്ന് അടക്കമുള്ള കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകും എന്നാണ് KCBയും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. റീന സതീശൻ യൂട്യൂബിൽ പറയുന്നു, ചായയുടെ വെള്ളം തിളയ്ക്കുന്നതിനിടയിൽ ഓടി വന്നൊരു മെസ്സേജ് ഇടും, വീണ്ടും അടുക്കള ജോലി, അടുത്ത മെസ്സേജ് ദോശ ചുടുന്നതിനിടയിൽ അയക്കും, ഇതിനിടയിൽ വീണ്ടും അടുക്കള. ഇങ്ങനെയാണ് വീട്ടമ്മമാരുടെ മോർണിംഗ് ഷോ കാണലെന്നാണ് റീന പറയുന്നത്. റീന, എനിക്കറിയാം നിങ്ങളൊക്കെ വളരെ ജോലി തിരക്ക് അടുക്കളയിൽ ഉണ്ടാകും. അതിനിടയിൽ ഈ 24 കാണാനും ഈ മോർണിംഗ് ഷോയിലേക്ക് സന്ദേശങ്ങൾ അയക്കാനും ഒക്കെ സമയം കണ്ടെത്തുന്നു. താങ്ക്സ് എ ലോട്ട്.